ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. പിതാക്കന്മാർ, നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, രാജകീയ ചരിത്രം. ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. വിഭജന ശേഷം യഹൂദിയിൽ ഭരണം നടത്തിയ 20 രാജാക്കന്മാരുണ്ട്. അവരിൽ മിക്കരെ പറ്റിയും കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നാം പഠിക്കുകയുണ്ടായി. ഇന്ന് അവസാനത്തെ ചില രാജാക്കന്മാരെ കുറിച്ചാണ് പഠിച്ചു തുടങ്ങുന്നത്. 14. നീട്ടിക്കിട്ടിയ ആയുസിൽ ജനിച്ച ദുഷ്ടനായ മനശ്ശെ. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തിന് സൗഖ്യം നൽകി. അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേലിടാൻ ദൈവദാസനിലൂടെ ദൂതറിയിക്കപ്പെട്ടു. അങ്ങനെ സൗഖ്യം കിട്ടി. സൂര്യഘടികാരം 10 പടി പിന്നോട്ട് പോയതിലൂടെ ആലയത്തിൽ വീണ്ടും പോകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചു. തനിക്ക് സൗഖ്യമായി. മരിക്കത്തക്കതായ അസുഖം വന്ന വേളയിൽ താൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് സൗഖ്യം നൽകി. മാത്രമല്ല, ആയുസ്സിനെ 15 വർഷം നീട്ടിക്കൊടുക്കുകയും ചെയ്തു. ഈ നീട്ടിക്കിട്ടിയ ആയുസ് ഒരു ഗുണമായിരുന്നില്ല, ദോഷമായിരുന്നു എന്ന് വേണം ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഹിസ്കിയ രാജാവ് മരിക്കുമ്പോൾ 12 വയസ്സുള്ള മകനായ മനശ്ശെ രാജാവാകുകയാണ്. 12 വയസ്സുള്ള മകനായ മനശ്ശെ ഈ നീട്ടിക്കിട്ടിയ 15 വർഷത്തിനിടയിൽ ജനിച്ചതാണ്. തനിക്ക് നീട്ടിക്കിട്ടിയ ആ 15 വർഷത്തിനുള്ളിലാണ് മനശ്ശെ ജനിച്ചത്. അതുകൊണ്ടാണ് 12 വയസ്സുള്ള മനശ്ശെയെ രാജാവായി മാറിയത്. യഹൂദിയിലെ ഏറ്റവും നീചനായ രാജാവായിരുന്നു മനശ്ശെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആയുസ് നീട്ടിക്കിട്ടാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര നിന്ദ്യനായ വഷളനായ മനശ്ശെ ജനിക്കാതെ ഇരിക്കുമായിരുന്നു. മനശ്ശെയുടെ ജീവിതത്തിൽ സംഭവിച്ച 10 പാപങ്ങൾ തിരുവെഴുത്തിൽ അക്കമിട്ട് കൊടുത്തിട്ടുണ്ട്. 1. ജാതികളുടെ മ്ലേച്ഛാചാരങ്ങൾ താൻ തുടർന്നു. 2. അപ്പൻ ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെ താൻ വീണ്ടും പണിതു. 3. ബാൽ അശേര പ്രതിഷ്ഠകളെ ഉണ്ടാക്കി. 4. ആകാശ സൈന്യങ്ങളെ അഥവാ ദുർഭൂതങ്ങളെ ആരാധിച്ചു. 5. ദേവാലയത്തിൽ ജാതീയ ബലിപീഠങ്ങൾ പണിതുണ്ടാക്കി. 6. മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. 7. ആഭിചാര പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു. 8. വെളിച്ചപ്പാടന്മാരെ താൻ നിയമിച്ചു. 9. അമോന്യരേക്കാൾ താൻ ദോഷം പ്രവർത്തിച്ചു. 10. നിർദോഷികളെ വധിച്ചു കളഞ്ഞു. 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നാം ഇത് സവിസ്തരമായി വായിക്കുന്നുണ്ട്. ഇത്രയും ഹീനമായ പാപം ചെയ്ത മനശ്ശെ ഹിസ്കിയാവിന് നീട്ടിക്കിട്ടിയ 15 വയസ്സിനോടകത്താണ് ജനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനശ്ശെയുടെ ജീവിതത്തിന്റെ അന്ത്യം കൂടെ ശ്രദ്ധിക്കണം. ദൈവശബ്ദത്തെ അവഗണിച്ച മനശ്ശെയെ അശൂർ രാജാക്കന്മാർ വന്ന് കൊളുത്തുകളാൽ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ അങ്ങനെ വേദനയോടെ, നിന്ദയോടെ, നിരാശയോടെ അന്യനാട്ടിൽ കഴിയുന്ന വേളയിൽ മനശ്ശെയ്ക്ക് കുറ്റബോധമുണ്ടായി. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തിരുവെഴുത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 2 ദിനവൃത്താന്തം 33:11 മുതൽ ഉള്ള വാക്യം. ആകയാൽ യഹോവ അശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശെയെ കൊളുത്തുകളാൽ പിടിച്ചു ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെ താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവന്റെ രാജ്യത്വത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെയ്ക്ക് ബോധ്യമായി. 15. ഭൃത്യന്മാരാൽ കൊല ചെയ്യപ്പെട്ട ആമോൻ എന്ന വ്യക്തിയാണ്. മനശ്ശെയുടെ മരണശേഷം തന്റെ മകനായ ആമോൻ 22 വയസ്സുള്ളവനായി രാജാവായി. എങ്കിലും കേവലം 2 വർഷമേ ആമോൻ ഭരിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ ചരിത്രം 2 ദിനവൃത്താന്തം 33, 2 രാജാക്കന്മാർ 21 അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. മനശ്ശെയുടെ ആദ്യകാലത്തെ പാപവഴികളിൽ താൻ നടക്കുകയും ദൈവത്തിന് അനിഷ്ടമായുള്ളത് പ്രവർത്തിക്കുകയും ചെയ്തു. അവന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തരായ
അവന്റെ ഭൃത്യന്മാർ അവന് നേരെ ഗൂഢാലോചന നടത്തുകയും ആമോൻ എന്ന രാജാവിനെ അരമനയിലിട്ട് കൊന്നുകളയുകയും ചെയ്തു. 16 വചനം കേട്ടപ്പോൾ വസ്ത്രം കീറിയ യോശിയാവ്. ആമോൻ എന്ന രാജാവിനെ കൊന്നവരെ ജനം കൊന്നു. ജനം മറ്റൊരു കാര്യം കൂടി ചെയ്തു. ആമോന്റെ മകനായ കേവലം 8 വയസ്സ് മാത്രം പ്രായമുള്ള യോശിയാവെ അവർ രാജാവാക്കി. കഴിഞ്ഞ പാഠത്തിൽ നാം കണ്ട യോവാശ് 7-ാമത്തെ വയസ്സിൽ രാജാവായവനാണ്. ഇവിടെ ആമോന്റെ മകനായ യോശിയാവ് 8-ാമത്തെ വയസ്സിലാണ് രാജാവാകുന്നത്. ആത്മീയമായ നിരവധി നവീകരണങ്ങൾ യോശിയാവിന്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ ചരിത്രം 2 രാജാക്കന്മാർ 22-23, 2 ദിനവൃത്താന്തം 34-35 അധ്യായങ്ങളിൽ സവിസ്തരമായി കാണുന്നു. ബൈബിളിലെ യിരെമ്യാ പ്രവാചകന്റെ സമകാലികനായിരുന്നു യോശിയാവ്. അദ്ദേഹത്തിന്റെ യൗവന കാലത്ത് താൻ ദൈവത്തെ അന്വേഷിച്ചു എന്ന് വായിക്കുകയാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ച് പൂർവ്വപിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ തന്റെ യൗവനത്തിൽ തന്നെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 2 ദിനവൃത്താന്തം 34-2-3 വാക്യം. 26-ാമത്തെ വയസ്സിൽ അവൻ വീണ്ടും ആത്മീക പരിഷ്കാരങ്ങൾ നടത്തുകയുണ്ടായി. ആലയത്തിനകത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ വേണ്ടി യോശിയാവ് ജനത്തെ ഉപദേശിച്ചു. ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യവും ജനത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ദ്രവ്യവും ആശാരി, മേശിരി, കൽപ്പണിക്കാർ, ശില്പികൾ തുടങ്ങിയവർക്ക് കൊടുക്കുവാനും ഉപദേശിക്കുകയുണ്ടായി. മാത്രമല്ല 2 രാജാക്കന്മാർ 22-7 നാം ഇങ്ങനെ വായിക്കുന്നു: ദ്രവ്യം കയ്യേറ്റു വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട, അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേലയിൽ ആ ശേഖരിക്കപ്പെട്ട തുക ചെലവഴിക്കുന്നതിൽ കണക്ക് പോലും ചോദിക്കേണ്ടതില്ല. അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത്. ആലയം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാപുരോഹിതനായ ഹിൽക്കിയാവിന്റെ പക്കൽ ന്യായപ്രമാണത്തിന്റെ ഒരു കോപ്പി കിട്ടി. അദ്ദേഹം രാജാവിന്റെ രായസക്കാരനായ ശാഫാന്റെ കയ്യിൽ ആ ന്യായപ്രമാണത്തിന്റെ പുസ്തകം കൈമാറി. ശാഫാൻ ആ പുസ്തകം കൊണ്ടുവന്ന് രാജാവിന്റെ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചു. തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: രാജാവ് ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി. പാപവഴികളെ വിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ അദ്ദേഹം ജനത്തെ പ്രബോധിപ്പിച്ചു. ഹുൽദ എന്ന ഒരു പ്രവാചകിയോട് താൻ ദൈവത്തിന്റെ ആലോചന ചോദിച്ചു. ജനം മനസ്സുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു. അവർ അക്കാലത്ത്, യോശിയാവിന്റെ കാലത്ത്, അവർ പെസഹ ആചരിച്ചു. അതേക്കുറിച്ച് ഇങ്ങനെയാണ് വായിക്കുന്നത്: ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ മുടങ്ങിക്കിടന്ന പെസഹ ജനം സന്തോഷത്തോടെ സ്വീകരിച്ചു. 2 ദിനവൃത്താന്തം 35-18. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യം കൂടി പറയാം. 39-ാമത്തെ വയസ്സിൽ ഈജിപ്തിലെ ഫറവോൻ നെഖോയുമായി കർക്കമിശിൽ വെച്ച് അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടു. ആ യുദ്ധത്തിൽ തനിക്ക് ആഴത്തിൽ മുറിവേറ്റു. ഭൃത്യന്മാർ അദ്ദേഹത്തെ യെരുശലേമിലേക്ക് മടക്കി കൊണ്ടുവന്നു. എങ്കിലും താൻ ആ മുറിവ് നിമിത്തം മരിച്ചുപോയി. എങ്കിലും അദ്ദേഹത്തെ കുറിച്ചൊരു ശുഭവചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 23-25 അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുൻപ് ഉണ്ടായിട്ടില്ല, പിൻപ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. 17 അന്യനാട്ടിൽ കിടന്ന് മരിച്ച യഹോവഹാസ് എന്ന വ്യക്തിയാണ്. യോശിയാവിന് 4 ആൺമക്കൾ ഉണ്ടായിരുന്നതായി 1 ദിനവൃത്താന്തം 3-15 നമ്മൾ വായിക്കുന്നു. എങ്കിലും യോശിയാവിന്റെ മരണശേഷം 23 വയസ്സുള്ള 3ാമത്തെ മകനായ യഹോവഹാസിനെയാണ് ജനം രാജാവാക്കി വാഴിച്ചത്. അദ്ദേഹം 3 മാസവും 10 ദിവസവും അഥവാ 100 ദിവസം മാത്രമേ രാജാവായി ഭരിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് ശല്ലൂം എന്നും വേറൊരു പേര് ഉണ്ടായിരുന്നു. തനിക്ക് മുമ്പുണ്ടായിരുന്ന യഹൂദ രാജാക്കന്മാർ യഹോവയായ ദൈവത്തെ മറന്ന് ജീവിച്ചതിന്റെ തിക്തഫലങ്ങൾ ഈ യഹോവഹാസിനും നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും അവൻ ദൈവ വഴികൾ വിട്ട് ജാതി ആചാരപ്രകാരം ജീവിച്ചു. അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 2 രാജാക്കന്മാർ 23-32. എന്താണ് സംഭവിച്ചത്?
ഈ യഹോവഹാസിന്റെ പിതാവായ യോശിയാവ് ഒരിക്കൽ ഫറവോൻ നെക്കോയോട് കർക്കശീമിൽ വെച്ച് യുദ്ധം ചെയ്തല്ലോ. അതിന്റെ തീരാത്ത പക തീർക്കാൻ ഫറവോൻ നെക്കോ യഹൂദിയിലേക്ക് വന്ന് യഹോവഹാസിനെ ബന്ധിച്ചുകൊണ്ട് മിസ്രൈമിലേക്ക് പോയി. ആ രാജാവിന്റെ പക്കൽ നിന്ന് 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും പിഴയായി കൽപ്പിക്കുകയും ചെയ്തു. ഈ രാജാവ് അന്യനാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രവചന ദൂത് യിരെമ്യാവിലൂടെ ദൈവം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യിരെമ്യാ പ്രവചനം 22-ാം അധ്യായം 10-11 വാക്യം. മരിച്ചവനെ കുറിച്ച് കരയേണ്ട, അവനെ കുറിച്ച് വിലപിക്കുകയും വേണ്ട. നാട് വിട്ടു പോകേണ്ടി വരുന്നവനെ കുറിച്ച് തന്നെ കരവീൻ. അവൻ മടങ്ങി വരികയില്ല, ജന്മദേശം ഇനി കാണുകയുമില്ല. തന്റെ അപ്പനായ യോശിയാവിന് പകരം വാണിട്ട് ഈ സ്ഥലം വിട്ടുപോയവനായി യോശിയാവിന്റെ മകനും യഹൂദ രാജാവുമായ ശല്ലൂമിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അവൻ ഇവിടേക്ക് മടങ്ങി വരികയില്ല. അവനെ ബദ്ധനാക്കി കൊണ്ടുചെന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവൻ മരിക്കും. ഈ ദേശം അവൻ ഇനി കാണുകയുമില്ല. ഫറവോൻ നെക്കോ യഹോവാസിനെ ബന്ധിച്ച് മിസ്രൈമിലേക്ക് കൊണ്ടുപോകുകയും അവൻ അവിടെ കിടന്നുകൊണ്ടാണ് മരിക്കുകയും ചെയ്തത്. 18 തിരുവചനം കത്തിച്ചു കളഞ്ഞ യഹോയാക്കീം എന്ന രാജാവാണ്. യോശിയാവിന്റെ 3-ാമത്തെ മകനായ യഹോവഹാസിനെ ഫറവോൻ നെക്കോ ബന്ധിച്ചുകൊണ്ട് മിസ്രൈമിലേക്ക് പോയല്ലോ. ഫറവോൻ നെക്കോ ഈ യഹോവഹാസിനെ ബന്ധിച്ചു കൊണ്ടുപോയപ്പോൾ വേറൊരു കാര്യം കൂടി ചെയ്തു. യഹോവഹാസിന്റെ ജ്യേഷ്ഠനായ എല്യാക്കീമിനെ നെക്കോ യഹൂദിയിലെ ഒരു ആശ്രിത രാജാവാക്കി വാഴിച്ചു. തന്നെയുമല്ല, ഈ എല്യാക്കീമിനെ യഹോയാക്കീം എന്ന് പേര് മാറ്റിയിടുകയും ചെയ്തു. ചരിത്രത്തിൽ പിന്നീട് ഈ എല്യാക്കീമിനെ നാം യഹോയാക്കീം രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. എല്യാക്കീം അഥവാ യഹോയാക്കീം രാജാവായി കഴിഞ്ഞപ്പോൾ ഫറവോൻ നെക്കോ നേരത്തെ പിഴ കൽപ്പിച്ചിരുന്ന ആ 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും പിഴയായി കൊടുത്തു. ഫറവോൻ ഒരു കാര്യം കൂടെ പറഞ്ഞു: ആളുകളുടെ ഇടയിൽ നിന്ന് വരിസംഖ്യ പോലെ കരം പിരിച്ച് കൊടുക്കാൻ, കപ്പമായി കൊടുക്കാൻ കൽപ്പിച്ചിട്ടാണ് പോയത്. യഹോയാക്കീം രാജാവ് ഒരു ദുഷ്ടനായ രാജാവായിട്ടാണ് ഭരണം നടത്തിയത്. തിരുവെഴുത്ത് ശ്രദ്ധിക്കുക. അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. 2 രാജാക്കന്മാർ 23-27. 2 ദിനവൃത്താന്തം 36-8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ ചെയ്തതും അവനിൽ കണ്ടതുമായ മ്ലേച്ഛതകൾ യഹൂദിയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവൻ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചവനായിരുന്നു. ദൈവത്തിന്റെ പ്രവാചകനായ ഊരിയാവിനെ അവൻ കൊല്ലിച്ചു. യിരെമ്യാവിനെ പോലെ ഊരിയാവെന്ന പുരോഹിതനും യഹോയാക്കീമിനോട് അവന്റെ പാപത്തെക്കുറിച്ച് സംസാരിച്ചു. യഹോയാക്കീം രാജാവ് ഊരിയ പ്രവാചകനെ കൊല്ലാനായി അന്വേഷിച്ചു. പേടിച്ചു പോയ ഊരിയാവ് മിസ്രൈമിലേക്ക് ഓടിപ്പോയി. യഹോയാക്കീം ചെയ്തത് കേൾക്കണമോ? അവന്റെ പിന്നാലെ ആളുകളെ വിട്ട് മിസ്രൈമിൽ നിന്ന് ഊരിയ പ്രവാചകനെ വിളിച്ചു കൊണ്ടുവന്ന് അവനെ വെട്ടിക്കൊല്ലുകയുണ്ടായി. ഊരിയ പ്രവാചകന്റെ ജഡം സാമാന്യ ജനത്തിന്റെ ശ്മശാനത്തിൽ ഇട്ട് കളഞ്ഞു എന്നാണ് യിരെമ്യാവ് 26-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. യഹോയാക്കീം ചെയ്ത മറ്റൊരു അപരാധം എന്നുള്ളത് ദൈവത്തിന്റെ വചനം കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. യിരെമ്യാ പ്രവാചകനിലൂടെ ഈ യഹൂദ്യ രാജ്യത്തിനും രാജാവിനും വരാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം ദൂതുകൾ അറിയിച്ചു കൊണ്ടിരുന്നു. അത് യിരെമ്യാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ബാരൂക്ക് അതൊരു പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നു. യഹൂദ പ്രഭുക്കന്മാർ അതറിഞ്ഞു. ആ പുസ്തകം എടുത്തുകൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. തണുപ്പ് കാലത്ത് നിരപ്പോട്ടിനരികെ രാജാവ് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബാരൂക്കിലൂടെ എഴുതി വെപ്പിച്ചിരുന്നായ ദൈവത്തിന്റെ വചനം എടുത്തുകൊണ്ടുവന്ന് കീറി കീറി ആ നിരപ്പോട്ടിലിട്ട് കത്തിച്ചു കളഞ്ഞു. ഞാൻ ആ തിരുവചന ഭാഗം വായിച്ചു കേൾപ്പിക്കാം. യിരെമ്യാ പ്രവചനം 36-20 വാക്യം. അനന്തരം അവർ പുസ്തക ചുരുൾ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ വെച്ചേച്ച് അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് ഈ വചനങ്ങളൊക്കെയും രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് ചുരുൾ എടുത്തു കൊണ്ടുവരുവാൻ യഹൂദിയെ അയച്ചു. 23 മുതലുള്ള വാക്യങ്ങൾ.
യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരന്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ ചുട്ടുകളയരുതേ എന്ന് എഴുതാനും ദലായാവും ശെമരിയാവും രാജാവിനോട് അപേക്ഷിച്ചു. എങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല. തുടർന്ന് യിരെമ്യാവിനെയും ബാരൂക്കിനെയും പിടിക്കാൻ രാജാവ് ആളയച്ചുവെങ്കിലും ദൈവം അവരെ മറച്ചതിനാൽ യെഹോയാക്കീമിന് അവരെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ ചെയ്ത മറ്റൊരു തിരുവെഴുത്ത് 2 രാജാക്കന്മാർ 24:4 അവൻ കുറ്റമില്ലാത്ത രക്തത്തെ ചൊരിയിച്ച് യെരൂശലേമിനെ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് നിറച്ചതും ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സായില്ല. തുടർന്നുള്ള ചരിത്രം നാം പഠിച്ചാൽ ബാബിലോൺ പ്രവാസത്തിന്റെ പശ്ചാത്തലങ്ങൾ തെളിഞ്ഞു വരുന്നതായി നാം കാണുകയാണ്. യഹൂദയിലെ രാജാക്കന്മാർ നീചന്മാരും ദൈവത്തിന്റെ വചനം വിട്ട് ജീവിക്കുന്നവരുമായ കാലഘട്ടങ്ങളിൽ ദൈവം പ്രവാചകന്മാരെ അയച്ച് വിശേഷ്യ യെശയ്യാവ് യിരെമ്യാവ് തുടങ്ങിയ പ്രവാചകന്മാരെ വിട്ട് യഹൂദയ്ക്ക് വരാൻ പോകുന്ന ബാബിലോൺ പ്രവാസത്തെ കുറിച്ച് മുന്നറിയിച്ചു കൊണ്ടേയിരുന്നു. യഹോയാക്കീമിന്റെ കാലം വരെയും ഫറവോൻ നെഖോയാണ് യഹൂദയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ യഹോയാക്കീമിന്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും മിസ്രൈമിന്റെ ശക്തി ക്ഷയിക്കുകയും ബാബിലോൺ ശക്തി ആർജിക്കുകയും ചെയ്തു. തിരുവെഴുത്തിലെ ചരിത്രഭാഗ്യം ശ്രദ്ധിക്കണം. മിസ്രൈം രാജാവിന് മിസ്രൈം തോട് മുതൽ ഫ്രാത്ത് നദി വരെ ഉണ്ടായിരുന്നതൊക്കെയും ബാബേൽ രാജാവ് പിടിച്ചതുകൊണ്ട് മിസ്രൈം രാജാവ് പിന്നെ തന്റെ ദേശത്തു നിന്ന് യഹൂദയിലേക്ക് പുറപ്പെട്ടു വന്നില്ല. 2 രാജാക്കന്മാർ 24:7. യഹോയാക്കീം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ യഹോയാക്കീൻ അവന് പകരം രാജാവായി. 19 37 വർഷം ബാബിലോണിൽ കഴിയേണ്ടി വന്ന യഹോയാക്കീൻ രാജാവാണ്. ഈ യഹോയാക്കീമിനെ ബൈബിളിൽ വേറെ 2 പേരുകളിൽ കൂടി വിളിച്ചിട്ടുണ്ട്. യിരെമ്യാവ് 24:1 യഹോയാക്കീമിന്റെ മകനായ യഹൂദ രാജാവായ യൊഖന്യാവ് എന്നും യിരെമ്യാവ് 22:24 യഹോയാക്കീമിന്റെ മകനായ യഹൂദ രാജാവായ കൊന്യാവ് എന്നും വിളിച്ചിട്ടുണ്ട്. 18-ാം വയസ്സിൽ രാജാവായ ഇദ്ദേഹം 3 മാസവും 10 ദിവസവും മാത്രമേ ഭരണം നടത്തിയിട്ടുള്ളൂ. 2 ദിനവൃത്താന്തം 36:9-10 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോയാക്കീൻ രാജാവായി കഴിഞ്ഞപ്പോൾ ബാബിലോണിയൻ ചക്രവർത്തിയായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വരികയും യെരൂശലേം ദേവാലയം കൊള്ളയടിക്കുകയും ചെയ്തു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന 17,000-ഓളം ആളുകളെ ബന്ധിതരാക്കി കൊണ്ടുപോവുകയും ചെയ്തു. യഹോയാക്കീമിനെയും ബന്ധിതനായി കൊണ്ടുപോയി. തിരുവെഴുത്തിലെ ചരിത്രം വായിച്ചു കേൾപ്പിക്കാം. 2 രാജാക്കന്മാർ 24:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവൻ യഹോവയുടെ ആലയത്തിലെ സകല നിക്ഷേപങ്ങളും രാജധാനിയിലെ നിക്ഷേപങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഇസ്രായേൽ രാജാവായ ശലോമോൻ യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങളെയും യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ അവൻ ഖണ്ഡിച്ചു കളഞ്ഞു. എല്ലാ യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരെയും സകല പരാക്രമശാലികളെയുമായി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. ദേശത്ത് എളിയജനം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല. യഹോയാക്കീനെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. സകല ബലവാന്മാരുമായി 7,000 പേരെയും ആശാരിമാരും കൊല്ലന്മാരുമായി 1,000 പേരെയും ഇങ്ങനെ യുദ്ധപ്രാപ്തന്മാരായ സകല വീരന്മാരെയും ബാബേൽ രാജാവ് ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവന് പകരം ബാബേൽ രാജാവ് അവന്റെ ചിറ്റപ്പന്റെ മകനായ മത്ഥന്യാവെ രാജാവാക്കി. അവന് സിദക്കിയാവ് എന്ന് പേരിട്ടു. എന്തുകൊണ്ട് യഹോയാക്കീമിന് ഇങ്ങനെ സംഭവിച്ചു? യിരെമ്യാ പ്രവചനത്തിലെ ചില വചനങ്ങൾ ശ്രദ്ധിക്കുക. യഹൂദേ, നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട്. യെരൂശലേം വീഥികളുടെ എണ്ണത്തോളം ബാലിന് യാഗമർപ്പിക്കുന്ന ബലിപീഠങ്ങളുണ്ട്. ബാബിലോണിലേക്ക് ഇവർ പ്രവാസികളായി പോകേണ്ടി വരുമെന്ന് യിരെമ്യാവ് പല പ്രാവശ്യം ദൂതറിയിച്ചിരുന്നതാണ്. യിരെമ്യാ പ്രവചനം 22:25 ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിലും കൽദയരുടെ കയ്യിലും തന്നെ എല്ലാ യഹൂദയെയും ഞാൻ ബാബേൽ രാജാവിന്റെ കയ്യിലേൽപ്പിക്കും. അവൻ അവരെ പിടിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി യഹൂദ രാജാക്കന്മാരുടെ സകല ഭണ്ഡാരങ്ങളും ഞാൻ ശത്രുക്കളുടെ കയ്യിലേൽപ്പിക്കും. അവർ അവരെ കൊള്ളയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോകും. യിരെമ്യാവ് 20:4-5 വാക്യം, 22:25 വാക്യം.
ഈ ദൂതറിയിച്ച യെരമ്യാവിനെ അവർ അടിക്കുകയും പൊട്ടക്കിണറ്റിലിടുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യിരെമ്യാവ് പറഞ്ഞതുപോലെ പിന്നത്തേതിൽ സംഭവിക്കുകയാണ് ഉണ്ടായത്. യിരെമ്യാവിന്റെ ശുശ്രൂഷാകാലം ഏകദേശം 40 വർഷമാണ്. അതിൽ 25 വർഷത്തോളം ഈ യിരെമ്യാവിലൂടെ ദൈവം പല പ്രാവശ്യം യഹൂദ ജനത്തെയും രാജാക്കന്മാരെയും അവരുടെ തെറ്റിനെ കുറിച്ച് ബോധവൽക്കരിച്ചിരുന്നു. പക്ഷെ അവർ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. ബാബിലോണിന്റെ ആദ്യത്തെ ആക്രമണം കഴിഞ്ഞിട്ട് 9 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് അവർ ആക്രമിക്കാൻ വരുന്നത്. പിന്നീട് 11 വർഷം കഴിഞ്ഞിട്ടാണ് ബാബിലോണിയർ യഹൂദിയെ ആക്രമിക്കാൻ വരുന്നത്. ഈ സമയങ്ങളിലെങ്കിലും അവർക്ക് മാനസാന്തരപ്പെടാമായിരുന്നു. പക്ഷേ പാപത്തോട് പാപം കൂട്ടിയതല്ലാതെ യഹോവയായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ആ ജനത തയ്യാറായില്ല. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിക്കുക തന്നെ ചെയ്യും. യെഹോയാക്കീമിനെ പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഏകദേശം 37 വർഷത്തോളം അവനവിടെ പരദേശിയായി പാർക്കേണ്ടി വന്നു. എന്നാൽ ബാബിലോണിൽ പിൽക്കാലത്ത് ചക്രവർത്തിയായി വന്ന ഏവിൽ മെരോദോക്ക് എന്ന രാജാവ് ഈ യെഹോയാക്കീമിനോട് കരുണ കാണിച്ച് അവനെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിച്ച് രാജകീയ മേശയിൽ ഭക്ഷിക്കാൻ അനുവദിക്കുകയും ചെയ്തതായി 2 രാജാക്കന്മാർ 25-ന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 20 കണ്ണ് കുത്തിപ്പൊട്ടിക്കപ്പെട്ടവനായ സിദക്കിയാവ്. യഹൂദിയിലെ അവസാനത്തെ രാജാവാണ് സിദക്കിയാവ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മഥന്യാവ് എന്നായിരുന്നു. ഇദ്ദേഹം യോശിയ രാജാവിന്റെ മകനും യഹോവഹാസിന്റെ സഹോദരനുമായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് BC 606 യഹൂദയെ ആക്രമിച്ചപ്പോൾ യെഹോയാക്കീൻ രാജാവിനെ അവൻ ബന്ധിതനാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. പകരം അവന്റെ ചിറ്റപ്പനായ മഥന്യാവിനെ സിദക്കിയാവ് എന്നു പേര് മാറ്റിയിട്ട് യഹൂദിയിലെ ആശ്രിത രാജാവായി വാഴിച്ചു. അങ്ങനെ 11 വർഷം സിദക്കിയാവ് നെബൂഖദ്നേസറിന്റെ ഒരു ആശ്രിത രാജാവായി യഹൂദയിൽ ഭരണം നടത്തി. സിദക്കിയാവും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത വ്യക്തിയാണ്. 2 രാജാക്കന്മാർ 24-20 നോക്കുക. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവയുടെ കോപം ഹേതുവായി തന്റെ സന്നിധിയിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ സിദക്കിയാവ് ബാബേൽ രാജാവിനോട് മത്സരിച്ചു. അവൻ ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കിയിരുന്നു. യഹോവയുടെ ദൂതുകൾ അറിയിച്ച് യിരെമ്യാവ്, യെഹെസ്കേൽ തുടങ്ങിയ പ്രവാചകന്മാരുടെ ദൂതുകളെയും അവൻ തിരസ്കരിച്ചു കളഞ്ഞു. 2 ദിനവൃത്താന്തം 36-ന്റെ 12, 15, 16 വാക്യങ്ങൾ. ദൈവനാമത്തിൽ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചാണ് ഈ മഥന്യാവിനെ അഥവാ സിദക്കിയാവിനെ ആശ്രിത രാജാവായി നെബൂഖദ്നേസർ വാഴിച്ചിട്ട് പോയത്. പക്ഷെ അവൻ രാജാവിനോട് മത്സരിച്ചതിനാൽ രാജാവ് അവനോട് കരുണയില്ലാതെ ഇടപെടുകയുണ്ടായി. നെബൂഖദ്നേസറിന്റെ പട്ടാളം യഹൂദിയെ പിന്നെയും ആക്രമിക്കാൻ വന്നു. സിദക്കിയാവ് അവരുടെ കണ്ണു വെട്ടിച്ച് മരുഭൂമിയിലേക്ക് ഓടിയെങ്കിലും പട്ടാളം പിന്നാലെ ചെന്നവനെ പിടിച്ചു കൊണ്ടുവന്നു. സിദക്കിയാവിന്റെ കൺമുമ്പിൽ വെച്ച് നെബൂഖദ്നേസറിന്റെ പട്ടാളം അവന്റെ മക്കളെ കൊന്നുകളഞ്ഞു. സിദക്കിയാവിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് 2 ചങ്ങലകളാൽ ബന്ധിച്ച് അവനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അതേ തുടർന്ന് യഹൂദിയിലെ രാജഭരണം അവസാനിച്ചു. യഹൂദ ജനത ബാബിലോണിൽ 70 വർഷത്തോളം പ്രവാസികളായി കഴിയേണ്ടി വന്നു. എന്തുകൊണ്ട് ജനം ബാബിലോണിൽ 70 വർഷം പ്രവാസികളായി കഴിയേണ്ടി വന്നു? അതിന്റെ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ. 1, 25 വർഷത്തോളം യിരെമ്യാവ് അവരോട് ദൂതറിയിച്ചിട്ടും ദൈവവചനം കേട്ട് മനം തിരിയാൻ ആ ജനത തയ്യാറായില്ല. അവർ യിരെമ്യാവിനെ പല പ്രാവശ്യം ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. ഒരു കള്ളപ്രവാചകൻ വന്നൊരു നുകമുണ്ടാക്കി അതിനെ തകർത്ത് കളഞ്ഞുകൊണ്ട് പറഞ്ഞു, ബാബിലോണിന്റെ നുകത്തെ ദൈവം ഇതുപോലെ തകർത്ത് കളയുമെന്ന് കള്ളപ്രവചനം നടത്തി ജനത്തെ തെറ്റിദ്ധരിച്ചു. ജനം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല. മറ്റു കാരണം രാജാവ് മാത്രമല്ല, പ്രഭുക്കന്മാരും പ്രധാനികളും ജനവും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. 3-ാമത്തെ കാരണം 2 ദിനവൃത്താന്തം 36-21 കൊടുത്തിട്ടുണ്ട്. യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവർത്തിയാവേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. യഹൂദന് ശബത്ത് ദിവസം മാത്രമല്ല, ശബത്ത് വർഷമുണ്ട്.
6 വർഷം കൃഷി ചെയ്യണമെന്നും 7-ാം വർഷം നിലം തരിശായിടണമെന്നും ദൈവം പറഞ്ഞിരുന്നതാണ്. പക്ഷെ അത്യാഗ്രഹികളായ യഹൂദന്മാർ ആ വർഷവും കൃഷി ചെയ്തു, ഭൂമിക്ക് വിശ്രമം കൊടുത്തില്ല. അതും ദൈവത്തിന്റെ ശിക്ഷ ജനത്തിന് വരാൻ കാരണമായി. യഹൂദയിലെ അവസാനത്തെ രാജാക്കന്മാരെ കുറിച്ചാണല്ലോ ഇന്ന് നാം പഠിച്ചത്. 14 ഹിസ്കിയാവിന് നീട്ടിക്കിട്ടിയ ആയുസ്സിൽ ജനിച്ച ദുഷ്ടനായ മനശ്ശെ എന്നുള്ളതാണ്. മനശ്ശെയുടെ 10 പാപങ്ങൾ നാം കണ്ടു. ഹിസ്കിയാവിന് 15 വർഷം നീട്ടിക്കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മനശ്ശെ ജനിക്കില്ലായിരുന്നു. വിശ്വാസവും വിശുദ്ധിയും പ്രാഗൽഭ്യതയും നഷ്ടപ്പെടുത്തി കുറെ കാലം ജീവിക്കുന്നതിനേക്കാൾ ദൈവകൃപയിലായിരിക്കുന്ന കാലത്ത് നാം മരിക്കുവാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിനേൽപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. 15 ഭൃത്യന്മാരാൽ കൊല ചെയ്യപ്പെട്ട ആമോൻ എന്നുള്ളതാണ്. മനശ്ശെയുടെ മരണശേഷം തന്റെ മകനായ ആമോൻ 2 വർഷമേ ഭരിച്ചുള്ളൂ. ദുഷ്ടനായവനെ അവന്റെ ഭൃത്യന്മാർ കൊന്നുകളഞ്ഞു. 16 വചനം കേട്ടപ്പോൾ വസ്ത്രം കീറിയ യോശിയാവാണ്. ആമോനെ കൊന്നവരെ ജനം കൊന്നു. ജനം ആമോന്റെ മകനും 8 വയസ്സ് മാത്രം പ്രായമുള്ളവനുമായ യോശിയാവിനെ രാജാവാക്കി. യോശിയാവ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ച ഒരു രാജാവായിരുന്നു. അവൻ ദൈവത്തിന്റെ ആലയം ശുദ്ധീകരിക്കാൻ നിർദ്ദേശിച്ചു. ആലയം ശുദ്ധീകരിക്കുമ്പോൾ അതിനകത്തു നിന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം കിട്ടി. ഹിൽക്കിയാവ് എന്ന മഹാപുരോഹിതൻ രായസക്കാരനായ ശാഫാന്റെ കയ്യിലേക്ക് ആ ന്യായപ്രമാണം കൈമാറി. ശാഫാൻ ആ വചനം കൊണ്ടുവന്ന് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. ദൈവജനം വായിച്ചു കേട്ടപ്പോൾ രാജാവ് ദൈവസന്നിധിയിൽ അനുദപിച്ചു. ഹുൽദ പ്രവാചകിയോട് ദൈവത്തിന്റെ ആലോചന ചോദിച്ചു. ആലയം ശുദ്ധീകരിച്ച് ജനത്തെ ദൈവകൃപയിലേക്ക് യോശിയാവ് നയിച്ചു. 17 അന്യനാട്ടിൽ കിടന്ന് മരിച്ച യഹോവഹാസാണ്. അവനും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത വ്യക്തിയാണ്. തന്റെ പിതാവായ യോശിയാവിനോടുള്ള പക തീർക്കാൻ ഫറവോൻ നെഖോ വന്ന് അവനെ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കിടന്നാണ് അവൻ മരിക്കുകയും ചെയ്തത്. 18 തിരുവചനം കത്തിച്ചു കളഞ്ഞ യഹോയാക്കീൻ രാജാവാണ്. യഹോയാക്കീൻ രാജാവിന്റെ അഹങ്കാരങ്ങൾ, നിഗളങ്ങൾ, പാപങ്ങൾ പലതും നാം കാണുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ യഹോവയുടെ പ്രവാചകനായ ഊരിയാവിനെ കൊന്നു എന്നുള്ളതാണ്. രാജാവിനെ ഭയന്നവൻ മിസ്രൈമിലേക്ക് ഓടിപ്പോയെങ്കിലും അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് അവനെ കൊന്ന് സാമാന്യ ജനത്തിന്റെ ശ്മശാനത്തിൽ അവനെ ഇട്ട് കളഞ്ഞു. ഇരമ്യാവിലൂടെ ദൈവം അറിയിച്ച ദൂതുകൾ ബാരൂക്കിനെ കൊണ്ട് എഴുതിപ്പിച്ചു വെപ്പിച്ചിരുന്നുവെങ്കിലും അത് വായിച്ചു കേട്ടപ്പോൾ യോശിയാവിനെ പോലെ വസ്ത്രം കീറുവാനല്ല, ആ വചനം കീറിക്കളയുവാനാണ് രാജാവ് ശ്രമിച്ചത്. പക്ഷെ ദൈവം ഇരമ്യാവിനോട് പറഞ്ഞു, അവൻ കത്തിച്ചു കളഞ്ഞതുപോലത്തെ ഒരു തുകൽ ചുരുൾ നീ വീണ്ടും വാങ്ങിച്ചു കൊള്ളുക. ആ കത്തിച്ചു കളഞ്ഞ ചുരുളിലെ വചനങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. യഹോയാക്കീം രാജാവിന് വരാൻ പോകുന്ന ന്യായവിധിയും അതിൽ എഴുതി ചേർക്കുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കണം. 2 രാജാക്കന്മാർ 24:4 ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ കുറ്റമില്ലാത്ത രക്തത്തെ ചൊരിയിച്ച് യെരൂശലേമിനെ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് നിറച്ചതും ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സായില്ല. 19 37 വർഷം ബാബിലോണിൽ കഴിയേണ്ടി വന്ന യഹോയാക്കീൻ എന്നുള്ളതാണ്. യഹോയാക്കീം രാജാവിന്റെ മകനാണ് യഹോയാക്കീൻ. അവനും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്നാണ് 2 ദിനവൃത്താന്തം 36:9-10 വാക്യങ്ങളിൽ നാം കണ്ടത്. ബാബിലോൺ ആക്രമിക്കപ്പെടുന്നു. യിരെമ്യാവിന്റെ പ്രവചനങ്ങൾ നിവർത്തിയായി വരുന്നു. യഹൂദ രാജാവായ യഹോയാക്കീമിനെ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. യഹോയാക്കീമിന്റെ ജീവിതാന്ത്യം 2 രാജാക്കന്മാരുടെ പുസ്തകം 25-27 മുതൽ 29 വരെ ഉള്ള ഭാഗ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏവൽ മലോക്കിന്റെ കാലത്ത് അവനെ കാരാഗ്രഹത്തിൽ നിന്ന് കരയേറ്റി രാജസന്നിധിയിൽ ഭക്ഷിപ്പാൻ അനുവദിക്കുകയുണ്ടായി. 20 കണ്ണുകുത്തി പൊട്ടിക്കപ്പെട്ടവനായ സിദക്കിയാവ് എന്നുള്ളതാണ്. യഹോയാക്കീമിന് പകരമായി അവന്റെ ചിറ്റപ്പനായ മത്തേന്യാവിനെ സിദക്കിയാവ് എന്ന് പേര് മാറ്റിയിട്ട് ആശ്രിത രാജാവായി രാജാവ് വാഴിച്ചു. എങ്കിലും 11 വർഷം കഴിഞ്ഞപ്പോൾ അവൻ നെബൂഖദ്നേസറിനോട് മത്സരിച്ചു. നെബൂഖദ്നേസർ വന്ന് വീണ്ടും യെരൂശലേമിനെ ആക്രമിച്ചു. സിദക്കിയാവ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയെങ്കിലും അവനെ പിടിച്ചു കൊണ്ടുവന്ന് അവന്റെ കൺമുൻപിൽ വെച്ച് അവന്റെ മക്കളെ കൊന്നുകളഞ്ഞു. അവന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് 2 ചങ്ങലകളാൽ ബന്ധിച്ച് അവനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. സിദക്കിയാവിന്റെ കാലത്തോടുകൂടെ യഹൂദിയിലെ രാജഭരണം അവസാനിക്കുകയും ജനം പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടി വന്നു. ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടെ കൊണ്ടുവന്ന് ഞാൻ ഈ പഠനം അവസാനിപ്പിക്കട്ടെ. ഈ പഠനം അവസാനിപ്പിക്കുമ്പോൾ
നാം മുമ്പ് കണ്ട ഒരു ചിന്ത ഒരിക്കൽ കൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. യെഹോയാക്കീം രാജാവ് ദൈവവചനം കേട്ടപ്പോൾ മാനസാന്തരപ്പെടേണ്ടതിന് പകരം വചനം കീറി നിരപ്പോട്ടിലിട്ട് കത്തിച്ചു. ആ യെഹോയാക്കീമിന്റെ ജീവിതാന്ത്യം വളരെ ശോചനീയമായിരുന്നു. എന്നാൽ യോശിയ രാജാവ് ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേട്ടപ്പോൾ അവന്റെ വസ്ത്രം കീറി ദൈവസന്നിധിയിൽ അനുദപിച്ച് ജനത്തെ ദൈവവചന പ്രകാരം ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായി നാം കാണുകയാണ്. ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെ? വചനം വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അമേരിക്കയിലെ കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ മേധാവിയായിരുന്ന ജനറൽ മക് ആർതർ ഇങ്ങനെ പറഞ്ഞു: എത്ര ക്ഷീണിതനാണെങ്കിലും ദൈവത്തിന്റെ തിരുവചനം വായിക്കാതെ ഒറ്റ രാത്രി പോലും ഞാൻ എൻ്റെ കിടക്കയിലേക്ക് പോയിട്ടില്ല. മറ്റൊരു ചിന്ത കൂടെ, ഈ ഇസ്രായേലിലെയും യഹൂദിയിലെയും രാജാക്കന്മാരുടെ ചരിത്രം നാം പഠിച്ചപ്പോൾ നമുക്ക് ലഭ്യമായ ഒരു അനുഗ്രഹീതമായ ചിന്തയുണ്ട്. നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ കൃപയുടെ കരം നമ്മുടെ മേലുണ്ടായിരിക്കും. എന്നാൽ നാം ദൈവത്തെ മറുത്ത് ദൈവവചനത്തെ പുറകിലെറിഞ്ഞു കളഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ കുറച്ചു കാലമൊക്കെ ശുഭമായിരിക്കുമെങ്കിലും പിന്നത്തേതിൽ അനർത്ഥങ്ങൾ നമ്മെ വേട്ടയാടുകയും ജീവിതം വളരെ ശോചനീയമായി തീരുകയും ചെയ്യും. ഈ രാജാക്കന്മാരുടെ എല്ലാം ചരിത്രം തിരുവചനത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ദൈവത്തിന് എക്കാലത്തുമുള്ള ജനത്തോട് അറിയിക്കാനുള്ള ഒരു ദൂതുണ്ട്. ഇവരുടെ പരാജയങ്ങൾ നമുക്ക് ഭവിക്കാതിരിക്കട്ടെ. ഇവരുടെ വിജയത്തിന് കാരണമായി തീർന്ന ദൈവാശ്രയം നമുക്കും അവലംബിപ്പാൻ ഇടയായി തീരട്ടെ. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.